ത്രിയേക ദൈവദിന സ്തുതി. 2 ശമൂവേൽ 12:7 തിരുവചനത്തെ ആസ്പദമാക്കിയുള്ള ധ്യാനചിന്ത. ആ മനുഷ്യൻ നീ തന്നെ. പശ്ചാത്താപത്തിന്റെയും രൂപാന്തരത്തിന്റെയും ചില നോമ്പുകാല ചിന്തകൾ. ആമുഖമായ ഒരു കൊച്ചു കഥ പറയാം. ഒരിക്കൽ ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, ഗുരു, ഇരുട്ട് മാറി വെളിച്ചം വന്നു എന്ന് നാം എങ്ങനെ അറിയും? ശിഷ്യന്മാരുടെ പല മറുപടികൾക്ക് ശേഷം ഗുരു പറഞ്ഞു, നിന്റെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ നിന്റെ സഹോദരനാണെന്ന് നിനക്ക് എപ്പോൾ തോന്നുന്നുവോ അപ്പോൾ നിന്റെ ഉള്ളിൽ വെളിച്ചം ഉദിച്ചു എന്ന് പറയാം. അതുവരെ നീ ഇരുട്ടിലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിലെ ഇരുട്ട് മാറ്റി പശ്ചാത്താപത്തിന്റെ വെളിച്ചം നിറയ്ക്കേണ്ട കാലമാണ് ഈ നോമ്പ്. ഒന്നാമത്തെ ചിന്ത, നിശബ്ദതയിലെ ദൈവശബ്ദം. നമ്മുടെ ജീവിതം തിരക്കുകൾ നിറഞ്ഞതാണ്. ഈ തിരക്കുകൾക്കിടയിൽ നമ്മുടെ ഉള്ളിലെ പാപത്തിന്റെ ശബ്ദം നമ്മൾ കേൾക്കാറില്ല. ദാവീദ് രാജാവും അങ്ങനെയായിരുന്നു. കൊട്ടാരത്തിന്റെ തിരക്കിലും അധികാരത്തിന്റെ ഗർവിലും അദ്ദേഹം തന്റെ മനസ്സാക്ഷിയെ ഉറക്കിക്കിടത്തി. പക്ഷേ ദൈവം അയച്ച നാഥാൻ പ്രവാചകൻ ആ കൊട്ടാരത്തിലേക്ക് വന്നത് ഒരു വാളുമായിട്ടല്ല, മറിച്ച് സത്യമെന്ന കണ്ണാടിയുമായിട്ടാണ്. മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, ദൈവമോ ഹൃദയത്തെ ശോധന ചെയ്യുന്നു. ഇന്ന് ഈ ധ്യാന നിമിഷത്തിൽ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുകയാണ്. നാം പുറമേ കാണിക്കുന്ന ഭക്തിയല്ല, നമ്മുടെ ഉള്ളിലെ രഹസ്യങ്ങളെയാണ് ദൈവം കാണുന്നത്. രണ്ടാമതായി, വിരൽ ചൂണ്ടുന്നത് ആരോടാണ്? നാഥാൻ പറഞ്ഞ കഥ കേട്ട് ദാവീദ് ക്ഷുഭിതനായി. മറ്റാരോ ചെയ്ത തെറ്റിനെതിരെ അദ്ദേഹം ആഞ്ഞടിച്ചു. നമ്മളും പലപ്പോഴും ഇങ്ങനെയാണ്. സഭയിലെ കുറവുകളെക്കുറിച്ചും അയൽക്കാരന്റെ പാപങ്ങളെക്കുറിച്ചും മറ്റുള്ളവരുടെ സ്വഭാവ ദൂഷ്യങ്ങളെക്കുറിച്ചും സംസാരിക്കുമ്പോൾ നമ്മൾ വലിയ ആവേശത്തിലാണ്. എന്നാൽ നാഥാൻ പ്രവാചകൻ ദാവീദിനോട്, രാജാവേ, നീ വിധിച്ച ആ പാപി മറ്റാരുമല്ല, അത് നീ തന്നെയാണ്. ഈ നോമ്പുകാലത്ത് ദൈവം നമ്മുടെ നേരെ വിരൽ ചൂണ്ടി ചോദിക്കുന്നു, നീ കുറ്റപ്പെടുത്തുന്ന ആ മനുഷ്യനേക്കാൾ വിശുദ്ധനാണോ നീ? മറ്റുള്ളവരുടെ കണ്ണിലെ കരട് തിരയുമ്പോൾ നിന്റെ കണ്ണിലെ തടി നീ കാണുന്നുണ്ടോ? മൂന്നാമത്തെ ചിന്ത, തകർച്ചയിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ്. ദാവീദിന്റെ രൂപാന്തരം തുടങ്ങുന്നത് അദ്ദേഹം തന്റെ പാപം സമ്മതിച്ച ആ നിമിഷം മുതലാണ്. എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു. രൂപാന്തരം എന്നാൽ നമ്മളെ തന്നെ ഒന്ന് മിനുക്കിയെടുക്കലല്ല, മറിച്ച് നമ്മുടെ പഴയ പാവ വഴികളെ പൂർണ്ണമായി വെറുത്ത് ഉപേക്ഷിക്കലാണ്. ശില്പി കല്ലിനെ വെട്ടിമാറ്റി മനോഹരമായ വിഗ്രഹമാക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തെയും സ്വാർത്ഥതയെയും ദൈവം വെട്ടിമാറ്റാൻ നാം അനുവദിക്കണം. ദൈവമേ, എന്നെ തകർക്കണമേ, എന്നിട്ട് നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്നെ പണിയണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുമോ? നാലാമത്തെ ചിന്ത, പശ്ചാത്താപത്തിന്റെ കണ്ണീരും പുതുജീവിതവും. ദാവീദിന്റെ കണ്ണീർ വെറുമൊരു സങ്കടമായിരുന്നില്ല, അതൊരു കഴുകി വെടുപ്പാക്കലായിരുന്നു. പശ്ചാത്തപിക്കുന്ന പാപിയോട് ദൈവം പറയുന്നത് ഇതാണ്. യെശയ്യാവ് 1:18, നിങ്ങളുടെ പാപങ്ങൾ കടുംചുമപ്പായിരുന്നാലും അവ ഹിമം പോലെ വെളുക്കും. ദാവീദ് പാപം ചെയ്തപ്പോൾ ദൈവത്തിൽ നകന്നുപോയി. എന്നാൽ പശ്ചാത്തപിച്ചപ്പോൾ അദ്ദേഹം ദൈവത്തോട് മുൻപത്തേക്കാളും അടുത്തു. നമ്മുടെ വീഴ്ചകളല്ല ദൈവത്തെ വേദനിപ്പിക്കുന്നത്, മറിച്ച് വീണുകിടന്നിട്ടും തിരിച്ചു വരാത്ത നമ്മുടെ വാശിയാണ്. നമുക്കൊരു ഹൃദയ സമർപ്പണം ചെയ്യാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് കണ്ണുകളടച്ച് ഒരു നിമിഷം ആത്മപരിശോധന നടത്താം. നമ്മുടെ ഉള്ളിലെ ദാവീദിനോട് നാഥാൻ പ്രവാചകൻ സംസാരിക്കട്ടെ. ദൈവമേ, ആ മനുഷ്യൻ ഞാൻ തന്നെയാണ്. ഞാൻ സ്വാർത്ഥനാണ്, ഞാൻ അസൂയുള്ളവനാണ്, ഞാൻ അഹങ്കാരിയാണ് എന്ന് ഏറ്റുപറയാം. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് ഏറ്റുചൊല്ലാം. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. ഈ നോമ്പുകാലം വെറുമൊരു ചടങ്ങല്ല, അതൊരു രൂപാന്തരമാണ്. ആ രൂപാന്തരത്തിലൂടെ വിശുദ്ധിയുള്ള പുതിയ മനുഷ്യരായി നമുക്ക് ഉയർത്തെഴുന്നേൽക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമേൻ.